ഒരുപക്ഷെ 2021 ഡിസംബർ 25 റിപ്പോർട്ടർ ബാലചന്ദ്രകുമാർ എന്ന നടിയെ ആക്രമിച്ച കേസിലെ സാക്ഷിയുടെ അഭിമുഖം പുറത്തുവിടുന്നതിന് മുമ്പ് ഭാവനയുടെ കുടുംബത്തിനും അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥന്മാർ ചിലർ ഇവിടെയുണ്ട്. ഒടുവിൽ അതിന്റെ പ്രോസിക്യൂഷൻ നടപടികളുടെ ഭാഗമായ അജകുമാർ, അഭിഭാഷകന്റെ മകൻ സിദ്ധാർത്ഥ മേനോൻ, അങ്ങനെ പ്രധാനപ്പെട്ടവരൊക്കെ ഉണ്ട് ഈ സദസ്സിൽ. എല്ലാവരുടെയും ആത്മവിശ്വാസം പൂർണ്ണമായും നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. നീതി ലഭിക്കില്ല എന്ന പൂർണ്ണ വിശ്വാസത്തിലിരിക്കുന്ന നടിയുടെ കുടുംബം, അന്വേഷണ സംഘം, അവിടെയാണ് ഒരു കനൽ തരി പോലെ, ഒരു മിന്നായം പോലെ ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തൽ വരുന്നത്. ഇപ്പോഴും ഞാൻ ഓർക്കുകയാണ്, അന്ന് ബാലചന്ദ്രകുമാറിന്റെ അഭിമുഖം പുറത്തു വന്നപ്പോൾ അന്വേഷണ സംഘത്തിലെ ഒരു ഉദ്യോഗസ്ഥന്റെ ഫോൺ കോൾ ലഭിക്കുന്നു. ഈ ബാലചന്ദ്രകുമാറിനെ ആദ്യം സുരക്ഷിതമായ ഇടത്തേക്ക് മാറ്റണം. അദ്ദേഹം പറയുന്നത് ഞങ്ങൾക്ക് അന്വേഷണത്തിൽ വിട്ടുപോയ കൂട്ടിച്ചേർക്കാൻ കഴിയുന്ന കണ്ണികളാണ്. അദ്ദേഹത്തിന്റെ കയ്യിൽ തെളിവുകൾ ഉണ്ടെങ്കിൽ ഒരുപക്ഷെ ഈ പെൺകുട്ടിക്ക് നീതി ലഭിക്കും. അത് ഒരു ഉദ്യോഗസ്ഥൻ എന്നെ ഫോണിൽ വിളിച്ചു പറഞ്ഞാണ്. അതിനുശേഷം ഭാവനയുടെ അമ്മയ്ക്ക് സംസാരിക്കാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞ് സംസാരിച്ചു. പിന്നീട് അതിന് ആത്മവിശ്വാസം എനിക്ക് മാത്രമല്ല, അന്നത്തെ റിപ്പോർട്ടർ ടിവിയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധിയായിരുന്നു. ഒരുപക്ഷെ എല്ലാ പ്ലാറ്റ്ഫോമുകളിലും റിപ്പോർട്ടർ ചാനൽ ഉണ്ടായിരുന്നില്ല. ഏറ്റവും കൂടുതൽ ആളുകൾ റിപ്പോർട്ടർ കണ്ടത് യൂട്യൂബ് ഉൾപ്പെടെയുള്ള ഓൺലൈൻ മാധ്യമങ്ങളിലൂടെയായിരുന്നു. അന്ന് നമ്മൾക്ക് കിട്ടുന്ന പരിമിതമായ വിവരങ്ങൾ വെച്ച് മുന്നോട്ട് പോകുന്ന സന്ദർഭത്തിലാണ് ഒരുപക്ഷെ അന്ന് പ്രോസിക്യൂഷന്റെ ഒക്കെ ആവശ്യപ്രകാരം സംസ്ഥാന സർക്കാർ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ രൂപം നൽകി അന്വേഷണവുമായി മുന്നോട്ട് പോയിട്ടുണ്ട്. ആ ഘട്ടത്തിലാണ് വല്ലാതെ ഞെട്ടിക്കുന്ന ഒരു സംഭവം എൻ്റെ കയ്യിലേക്ക് എത്തിയത്. അതുമായി ബന്ധപ്പെട്ട നിയമ പോരാട്ടം തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ നടി ആക്രമിക്കപ്പെട്ടതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് ആ ക്രൂരമായ പീഡനത്തിന്റെ ദൃശ്യങ്ങളാണ്. പൾസർ സുനിയും സംഘവും ചിത്രീകരിച്ച ഒരിക്കലും നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത, ഞാൻ കാണാത്ത, നിങ്ങൾ കാണാത്ത, പക്ഷേ നമുക്ക് ഈ കേസ് മനസ്സിലാക്കുമ്പോൾ നമ്മൾക്ക് അറിയാൻ കഴിയും ആ പെൺകുട്ടി അനുഭവിച്ച വേദന, പീഡനം. ആ ദൃശ്യങ്ങൾ ഉൾപ്പെടുന്ന ആ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയെന്ന ഒരു വിവരം, അത് സയന്റിഫിക് ലാബിന്റെ റിപ്പോർട്ടിന്റെ ഒരു ഭാഗമാണ് എനിക്ക് കിട്ടിയത്. അതൊന്ന് ഉറപ്പിച്ചു. കാരണം ഇത് കോടതി കസ്റ്റഡിയിൽ മാത്രമുള്ള ഒരു രേഖയായിരുന്നു. ആ രേഖ പുറത്തുവിട്ടാൽ സ്വാഭാവികമായും കോടതി ലക്ഷ്യത്തിന് ഞങ്ങൾ നിയമ നടപടിക്ക് വിധേയമാകേണ്ടി വരും. അന്ന് എം.പി. നികേഷ് കുമാറാണ് എഡിറ്റോറിയൽ ചീഫ്. അന്ന് ഈ ആൻഡ് ഓഗസ്റ്റിൻ സാർ നമ്മുടെ ടീമിനൊപ്പം ഉണ്ടായിരുന്നു. ഒരു പിന്നിൽ ശക്തിയായി അദ്ദേഹം ഉണ്ടായിരുന്നു. പക്ഷെ ഇവർക്ക് നൽകിയ ധൈര്യമായിരുന്നു. എത്രയാണ് കോടതി ലക്ഷ്യത്തിന്റെ ശിക്ഷ, അത് ഏറ്റുവാങ്ങാൻ ഞങ്ങൾ തയ്യാറാണെന്ന് എഡിറ്റോറിയൽ ടീമും മാനേജ്മെന്റും പറഞ്ഞാൽ പിന്നെ ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ എനിക്ക് ഭയപ്പെടേണ്ടതില്ല. മാത്രവുമല്ല, നേരത്തെ ഭാഗ്യലക്ഷ്മി പറഞ്ഞതുപോലെ, NS മാധവൻ സാർ പറഞ്ഞതുപോലെ, ഇത് ഒരു ഭാവന എന്ന ഒരു സിനിമാ താരത്തിന് വേണ്ടി മാത്രമുള്ള പോരാട്ടമല്ല കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടന്നത്. ഞാൻ ഈ വാർത്ത കൊടുത്തതിന് ശേഷം പിന്നീട് അങ്ങോട്ട് ഏതാണ്ട് ഇപ്പോഴും ആ വാർത്തയുടെ അലയൊലികളുണ്ട്. ഞാൻ ഇപ്പോഴും ഈ പോരാട്ടത്തിനൊപ്പം നിന്നത് ഇനി മറ്റൊരാൾക്ക് ഇത് സംഭവിക്കരുത് എന്ന അങ്ങനെ പാടില്ല എന്ന ഒരു ഉത്തമ വിശ്വാസത്തിന്റെ പേരിലാണ്. ഈ പോരാട്ടം മുന്നോട്ട് പോയാൽ ഒരിക്കലും അത് സംഭവിക്കില്ല. മാത്രമല്ല, ഇതിൽ ഒരു മാറ്റമുണ്ടായത് അതിനു മുമ്പ്, ഈ വാർത്തകൾ പുറത്തു വരുന്നതിന് മുമ്പ് അതിജീവിതയായിരുന്നില്ല ഭാവന, വിക്ടിമായിരുന്നു, ഇരയായിരുന്നു ഭാവന. അങ്ങനെ ഇരയായ ഭാവന ദൃശ്യമാധ്യമത്തിന്റെ മുന്നിലെത്തി ബർഖാദത്തിനോട് മുഖം മറക്കാതെ പറയുകയാണ്, ഞാൻ ഇരയല്ല, ഞാൻ അതിജീവിതയാണ്. അങ്ങനെ പറയാനുള്ള ഒരു ധൈര്യം ഭാവനക്ക് വരാൻ ഒരു കാരണമായിട്ടുണ്ട് ഞാനും ബാലചന്ദ്രകുമാറും, ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ഭാഗ്യലക്ഷ്മി ആകട്ടെ, ഞങ്ങളുടെ ദൃശ്യമാധ്യമമായ റിപ്പോർട്ടർ ടിവി ആകട്ടെ, എല്ലാമുണ്ട്. ഒട്ടേറെ മാധ്യമ പ്രവർത്തകർ, പേരറിയാത്ത ഒട്ടേറെ നല്ലവരായ മനുഷ്യർ, ലോകത്തിന്റെ എമ്പാടുമുള്ളവർ, പല രാജ്യങ്ങളിൽ നിന്ന്, അമ്മമാർ, സഹോദരിമാർ, അച്ഛന്മാർ, എല്ലാവരും പലപ്പോഴായി ഇപ്പോഴും എനിക്ക് വരുന്ന സന്ദേശങ്ങളിൽ ഭൂരിഭാഗവും നടിയെ ആക്രമിച്ച കേസിൽ ഭാവനയ്ക്ക് നീതി ലഭിക്കുമോ എന്നതാണ്. അതിനുശേഷം ഒട്ടനവധി സമാനമായ സംഭവങ്ങൾ, അതിന്റെ അതിജീവിതമാർ എന്നെ സമീപിക്കാനും ആ വിവരങ്ങൾ, പീഡനത്തിന്റെ വിവരങ്ങൾ, അവർക്ക് നീതി ലഭിക്കണമെന്ന ആഗ്രഹത്തോടെ, ആത്മവിശ്വാസത്തോടെ എന്നിലേക്ക് എത്തിയതിന്റെ കാരണവും ഈ ഭാവനയ്ക്കൊപ്പം, ആ പോരാട്ടത്തിനൊപ്പം ആത്മാർത്ഥമായി നിന്നതുകൊണ്ട് മാത്രമായിരുന്നു. ഇതിൽ ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ ഇത് പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് എത്തിക്കുക എന്നത് മാത്രമായിരുന്നു എന്റെ ഉത്തരവാദിത്വം. ഒരുപക്ഷെ അന്നും ഇത് മാധ്യമ പ്രവർത്തനമല്ലെന്ന് പല കോണുകളിൽ നിന്ന് വിമർശനമുണ്ടായിരുന്നു. ഇപ്പോഴും ഒരുപക്ഷെ
എൻ്റെ സാമൂഹ്യ മാധ്യമത്തിൽ നിങ്ങൾ തുറന്നാൽ അറിയാം, എൻ്റെ മുഖപുസ്തകം ആകെ തെറിയ അഭിഷേകമാണ്. ആ പ്രൊഫൈലുകളിലൂടെ നിങ്ങൾ നീങ്ങിയാൽ നിങ്ങൾക്ക് ഒന്ന് കാണാൻ പറ്റും. നിഴലായി ഈ ഭാവനയ്ക്ക് നേരെയുണ്ടായ അതിക്രമത്തിന്റെ പ്രതിപ്പട്ടികയിൽ ഉണ്ടായിരുന്ന ആളുകളുടെ ചിത്രങ്ങൾ ഈ എന്നെ ആക്രമിക്കുന്നവരുടെ പ്രൊഫൈലുകളിൽ അവിടെയും ഇവിടെയുമായി അല്ലെങ്കിൽ അവരുടെ ഫോട്ടോയിലൊക്കെ ഉണ്ടാകും. മുഖമില്ലാത്തവരൊക്കെ ആക്രമിക്കുകയാണ്. പലപ്പോഴായി ജീവന ഭീഷണി ഉണ്ടായിട്ടുണ്ട്. എനിക്കൊപ്പം അന്നുണ്ടായിരുന്ന ഹൈദർ അലിയുടെ ഉണ്ട്, മാധ്യമപ്രവർത്തകൻ. അങ്ങനെ ഞങ്ങൾ പരിമിതമായ മാധ്യമപ്രവർത്തകർ മാത്രമായിരുന്ന ഘട്ടത്തിൽ ഞങ്ങൾ വീണു പോകാതെ മുന്നോട്ട് പോകാൻ കാരണമായത് ഈ പൊതുസമൂഹമാണ്. അത് യാഥാർത്ഥ്യമാണ്. ഏറ്റവും ഒടുവിൽ വിധി വരുന്ന ദിവസം നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ആ ദൃശ്യങ്ങൾ. അന്ന് എനിക്ക് അവിടെ കൃത്യമായി പ്രതികരിക്കാൻ സാധിച്ചത് എന്റെ പിന്നിൽ അല്ലെങ്കിൽ പീഡനത്തിനിരയാവുന്ന ക്രൂരമായ വേട്ടയാടലുകൾക്ക് വിധേയമാകുന്ന സ്ത്രീ സമൂഹത്തിന്റെ പിന്നിൽ കേരളീയ മനസാക്ഷിയുണ്ട്. അത് മാത്രമാണ് എന്നെ കൊണ്ട് അങ്ങനെ പ്രതികരിപ്പിച്ചത്. അവിടെ എന്നെ അപമാനിക്കാനും ആക്രമിക്കാനും ഒരു കൂട്ടം പാഞ്ഞെടുത്തപ്പോൾ പകച്ചു പോകേണ്ടതാണ്. പക്ഷെ എനിക്ക് തന്ന ധൈര്യം നിങ്ങളെപ്പോലെ മുന്നിലിരിക്കുന്നവരാണ്. ഒട്ടേറെ പേർ, ഇവിടെ എത്താൻ പറ്റാത്ത ഒട്ടേറെ പേരുണ്ട് പല ഭാഗത്തു നിന്നായി. അപ്പൊ അവരൊക്കെയാണ്. ഒന്ന് ഞാൻ ഉറപ്പിച്ചു പറയാം, ഇതൊരു സിനിമയാണെങ്കിൽ ഇത് ഇടവേളയാണ്. ഇനിയുമുണ്ട് വലിയൊരു ഭാഗം പുറത്തേക്ക് വരാൻ. അത് മെമ്മറി കാർഡിലെ നിയമവിരുദ്ധ പരിശോധന, അത് എന്റെ വാക്കുകളല്ല, അത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ജസ്റ്റിസ് കെ ബാബുവിന്റെ വാക്കുകളാണ്. അത് നിയമവിരുദ്ധ പരിശോധനയാണ്. ആ നിയമവിരുദ്ധ പരിശോധനയിൽ അതിജീവിതക്ക് ഭരണഘടന വാഗ്ദാനം ചെയ്യുന്ന ഒരു സംരക്ഷണവും നൽകാൻ സാധിച്ചില്ല എന്നുകൂടി അവിടെ അദ്ദേഹം പറയുന്നുണ്ട്. എന്നിട്ടും അതിന്റെ അന്വേഷണങ്ങൾ, അതിന്റെ ഒരു പരിശോധന നടന്നിട്ടും അവിടെയും അവൾ നീതിക്ക് വേണ്ടി വീണ്ടും നീതിപീഠത്തെ സമീപിക്കേണ്ട അവസ്ഥയാണ്. എന്താണ് ഇവിടെ നടക്കുന്നത്? ഭാവനയെ പോലെ കേരളത്തിൽ അറിയപ്പെടുന്ന വലിയ സ്വാധീനമുള്ള ജനങ്ങളാകെ സ്നേഹിക്കുന്ന ഒരു നടിക്ക് ഇങ്ങനെയാണ് അവസ്ഥയെങ്കിൽ ഒരു സാധാരണക്കാരിയായ ഒരു പെൺകുട്ടിക്കാണ് ഇത്തരം ഒരു ദുരനുഭവം ഉണ്ടായതെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്ന് മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഇത് കേരളത്തിലാണ് നടന്നത്. നമ്മൾ എപ്പോഴും പറയും ഉത്തർപ്രദേശ് നോക്കൂ, ബീഹാർ നോക്കൂ, തമിഴ്നാട് നോക്കൂ, കർണാടക നോക്കൂ. നമ്മളെപ്പോഴും മറ്റിടങ്ങളിൽ നടക്കുന്ന ക്രൂരതകൾ, പീഡനങ്ങൾ, കൊലപാതകങ്ങൾ അതിനെതിരെ ശക്തിയുക്തം വിമർശിക്കാനും അതിനെതിരെ മുഖപുസ്തകത്തിൽ എഴുതാനും വല്ലാതെ തുടിക്കുകയാണ്. അതിനപ്പുറത്തേക്ക് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഇത്തരം പ്രവണതകൾക്കെതിരെ പലരും മൗനം തുടരുന്നു എന്നതാണ് ഏറ്റവും സങ്കടപ്പെടുത്തുന്ന കാര്യം. പ്രതികരിക്കേണ്ടവർ പലപ്പോഴും മൗനം തുടരുകയാണ്. ഏതായാലും ഏറ്റവും ഒടുവിൽ വന്ന ചില സംഭവങ്ങൾ കൂടി, അതിൽ സമാനമായ സംഭവങ്ങൾ കൂടി അവസാന ഘട്ടത്തിൽ ഞാൻ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും കൊച്ചിയിൽ 2017 ഫെബ്രുവരി 17 അർദ്ധരാത്രിയോടെ ഏതാണ്ട് 1.5 മണിക്കൂറിലേറെ, ഏതാണ്ട് 2 മണിക്കൂറോളം ആ പെൺകുട്ടി അനുഭവിച്ച പീഡനം അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. ഞാൻ ഇതുവരെ ആ പെൺകുട്ടിയോട് ചോദിച്ചിട്ടില്ല എത്രത്തോളം പീഡനം അനുഭവിച്ചുവെന്ന്. ആ പെൺകുട്ടിയുടെ സഹോദരനോട് ചോദിച്ചിട്ടില്ല. കേസുമായി ബന്ധപ്പെട്ട് ആ വിവരങ്ങൾ മാത്രമാണ് എനിക്ക് ചോദിക്കാനുള്ള ശക്തിയില്ല. ഞാനൊരു പെൺകുട്ടിയുടെ പിതാവാണ്. എന്റെ മകൾ 15 വയസ്സാകുന്നു. ഒരുപക്ഷെ ഈ യാത്രയിൽ, ഈ മാധ്യമപ്രവർത്തനത്തിനിടയിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ടാവുക ഞാനല്ല, ഏറ്റവും കൂടുതൽ ഭയന്നിട്ടുണ്ടാവുക ഞാനല്ല, എന്റെ കുടുംബമാണ്. എന്റെ ഭാര്യ ശ്രീനയാണ്, എന്റെ മകൾ ദക്ഷയാണ്. അവർ രണ്ടുപേരും അനുഭവിക്കുന്ന മാനസിക സംഘർഷം പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും ബോധ്യമാകില്ല. ഒരു കാലത്ത് കൊച്ചിയിലേക്ക് ഞാൻ വരുമ്പോൾ എന്റെ ഒപ്പം അവർ വരും. അത് ഞാൻ വിളിച്ചില്ലെങ്കിൽ വരും. എവിടെ പോകുമ്പോഴും നിഴലായി അവരുണ്ടാകും. അവർ എന്റെ കൂടെ യാത്ര ചെയ്ത് ആഹ്ലാദിക്കാനല്ല, എനിക്ക് അപകടം വരുമോ എന്ന ആശങ്ക കൊണ്ട് അവർ ഒപ്പം സഞ്ചരിക്കുകയാണ്. പലപ്പോഴും ഭാര്യ പറയും മരണമാണെങ്കിൽ ഒരുമിച്ചെന്ന്. ഞാൻ എപ്പോഴും പറയും അങ്ങനെ ഒന്നും സംഭവിക്കില്ല, അതിനുള്ള ധൈര്യം ആർക്കുമില്ല.